കടുവഞ്ഞൊക്കെ കേട്ടെ ഇങ്ങോട്ട് പിന്നെ നല്ല പ്രത്യേകിച്ച് വെക്കണം. കുറേ നാളായിട്ട് ചെയ്തത് ഒത്തിരി വേണ്ട കുറച്ച് ഒരു ചെറിയ രീതി കൂടുതൽ നമുക്ക് വേനയും വേണ്ട, എന്നാലും വേണം എന്നാ വേണ്ട അങ്ങനെ രീതി. അടഞ്ഞിരിക്കും. ഭക്ഷണം കഴിച്ചില്ലേ? എന്നാ കഴിച്ചു? ഇന്ന് കഴിച്ചത് ദോശ. ഓരോ ദിവസം വേറെ വെറൈറ്റി പരിപാടിയാണ്. അല്ല വീട്ടിൽ വന്നു അവിടെയും ചായക്കടയിലുണ്ടോ? നമ്മൾ വീട്ടിലെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു. അല്ലാതെ ഈ ചായക്കടയൊന്നും ഇല്ല. ചായക്കട നമ്മുടെ ഫുഡൊന്നും കിട്ടത്തില്ല. എത്ര മക്കളുണ്ട്? ഒരാൾ. വലുത് ആണാ പെണ്ണാ? പെൺകൊച്ച്. വലിയ കുഞ്ഞാ? ഡിഗ്രി സെക്കൻഡ് ഇയർ. അത് ശരി. വൈഫിന് ജോലിയുണ്ടോ? വൈഫിന് ജോലി. ഇന്ന് രാവിലെ വിളിച്ച വൈഫ് എടുത്തോ? അതന്നെ. ചൂട് വെള്ളത്തിൽ കുളിക്കണേ എന്നൊക്കെ നമ്മളൊരു ചികിത്സ ചെയ്ത് പോകുമ്പോൾ ആ രീതിയിൽ പോകണം. ഇങ്ങനെ വേണമെന്ന് ചോദിച്ചു. അത്രയും വേണ്ട. ഇത് മതിയല്ലേ? അടുത്ത പ്രാവശ്യം ഒരു 3 ദിവസം അടുപ്പിച്ച് ചെയ്യാം. അതുമില്ല നാളെ മറ്റന്നാൾ പോകാൻ നിൽക്കാം. എന്നാലും കുഴപ്പമില്ല. അതൊരു നല്ലൊരു സുഖചികിത്സയാണ്. അതെല്ലാം വയറില്ല. ആണല്ലേ? ഇപ്പോൾ അയാൾക്ക് കേട്ടോ ഒരുപാട് ക്ഷീണിക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ കശേരത്തിൽ ആകാശം കിട്ടുന്നില്ല. ചിരട്ടയ്ക്ക് 2 സൂചികളൊക്കെ അതെല്ലാമൊക്കെ പാടി വരണ്ട പാടി നമ്മൾ കഴിഞ്ഞതൊക്കെ ചെമ്പുണ്ട്. തിരുവനന്തപുരത്തുണ്ട് വണ്ടി ഓടിച്ച് കൊണ്ടുപോകാം. ചുറ്റോള രാവിലെ മക്കളായിട്ടങ്ങനെ ഫോൺ കിട്ടും. എത്ര പിള്ളേർ? 2. ഇങ്ങനെ മതി നമുക്ക് കഴിഞ്ഞു. പക്ഷേ ബോഡിക്കകത്ത് അത്രയും കാലില്ല കേട്ടോ. എനിക്ക് എന്ത് പറ്റും? ഞാൻ പറയില്ല, ഒരു 3 ആക്സിഡന്റ് വന്നതിന് ശേഷം പിന്നെ കാലിന് കളി. ഡോക്ടർ പറഞ്ഞ് കളിക്കാം. പിന്നെ ഞാൻ അങ്ങോട്ട് വിട്ട്. ബിസ്കോട്ട് ചെയ്യോ? ബിസ്കോട്ടും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. കാലിന് ഇനിയിപ്പോൾ ചെയ്യാൻ തുടങ്ങണം.
കുറച്ച് കൊടുത്തേ ഞാനിങ്ങനെ തിരുമ്പോൾ തന്നെ കുഴപ്പം പറ്റുന്നുണ്ടോ? ഇല്ല ഇല്ല, ഇച്ചിരി വെള്ളം കൊടുക്കും. അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. ഓവർ വെയിറ്റ് ഓവർ ലൈറ്റ് ആ സ്ഥലമായിരുന്നു. ഇവിടെ കുഴപ്പമില്ല, ഒന്നല്ല ഇതുപോലെയാണെങ്കിൽ അവിടെ കൂടുതൽ നമ്മൾ നിന്നോണ്ടിരിക്കാൻ ചെയ്യും. ബോഡി ഫ്ലെയിം കണക്കില്ല. ഇന്ന് ഉയർത്തുന്ന ദിവസം ഇടിക്കുന്നുണ്ടിരിക്കുന്നത് ഇവിടെ കടയിൽ ഒരു ഷെഫാണ് കമ്പ്യൂട്ടർ സാധനം നമുക്കങ്ങനെ കുഴപ്പമില്ല. ഒന്നുകൂടെ ഇവിടെ ഇത് പോലീസാണ് വിശ്വാസം. സാമ്യം കളിക്കുന്നത് പോലീസ് അവർ ഇഷ്ടപ്പെടില്ല. അവൻ ചെയ്യാം ചെക്കൻ വീക്കാറെ കണ്ടു ഒരു ദിവസം കയ്യെ കണ്ടു അപ്പോൾ ഞാനൊരു ബെഞ്ചിനും ചെയ്യും. അത് കണ്ടാവുന്നില്ല ബൾക്കറിയാം. പക്ഷെ നല്ല പവറാണ്. ഇവിടെ പോലീസിൻ്റെ എന്തോ മിഷനായിട്ടും മത്സരത്തിന് പോയി ഓട്ടി വിളിക്കാൻ ഇരുന്നു അറിയാം. ഇത് പൊട്ടിക്കും കുറേ നാൾ കയറിയിട്ട് പിന്നെ ആരെയാണ് വീശിപ്പോട്ടെ ഇന്നലെ ജില്ലാ മന്ത്രം എല്ലാവരും ഇടങ്ങൾ വിളിക്കും. അതാണ് വിളിക്കില്ല എന്നുവെച്ചാൽ ജോലി ഇനിയുണ്ട് ഒത്തിരി നാൾ ഏറ്റവും ഭക്ഷണം ഒരു പേര് വെച്ചിട്ടുണ്ട്. അത് 3 ദിവസം അത്രയും കൂടുതൽ പറ്റിക്കും. കഴിച്ചു പോയി ഏറ്റവും വലിയ പ്രശ്നം വിശപ്പാണ്. നമ്മളുടെ ഇത് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ കഴിച്ചിട്ടും ഇപ്പം ആശാന്മാർ പറയാനില്ല ഒന്നും കഴിക്കാൻ വേണം ജീവിൽ പോകാൻ. പക്ഷെ ഇത് കഴിച്ചുകൊണ്ട് കഴിച്ചിട്ട് വേണം. അതാണ് കറക്റ്റ്. ശകലം കഴിച്ചിട്ട് വേണം പോകാൻ. ഞാൻ വരുന്ന പിള്ളേരെ പോലെ വെറും വീട്ടിൽ പോയി കഴിച്ചത് ക്ഷീണമുണ്ടോ? ആശാന്മാർക്ക് വേണ്ട മതി. ഒന്നാമത്തെ ആശാന്മാർക്ക് കാര്യമുണ്ട്. ഇന്നത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഒരു കല്യാണം ഇല്ല. ഇഷ്ടം പോലെ ജില്ല ഉള്ളു. മുമ്പ് വർഷം എൻ്റെ സ്വാമി എൻ്റെ ബ്രൈറ്റ് ഉണ്ട്. 3-4 എണ്ണം. ആദ്യത്തെ ജിമ്മാണ് കടക്കില്ല. ആ ജിമ്മാണ് സ്വാമി. പഴയ കാലത്ത് അച്ഛന്മാരുടെ സ്വാമി വീടുകളിലല്ലേ ഞായറൂര സ്വാമിയുടെ വീടല്ലേ മറ്റേ ആ താമസിക്കുന്നത് അശ്വൻ്റെ വീട് ഇപ്പോൾ കുളിച്ച് വന്നില്ല. വീടെല്ലാം വെക്കുക. ഇപ്പൊ സ്വാമിയിൽ മൂന്നല്ലേ വേറാണ് മരിച്ചു വരുന്നത്. അതാണ് പെട്ടെന്ന് ശരീരത്തിന് ക്ഷീണങ്ങളൊക്കെ ഉണ്ടായി പുള്ളി തന്നെ കണ്ടാഴ്ത്തിയാണ്. അങ്ങനെയാണ് എല്ലാവരും അറിയുന്നത്. പക്ഷെ പ്രായമില്ല പ്രായമില്ല. പക്ഷെ 65 ഒന്നും
ഇവിടെ നോക്കാം അശോക് അശോക് സാധനങ്ങളൊക്കെ 2 വർഷം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ തലവറിൻ്റെ ഒരു അശോകനാണ് പിള്ളേർക്ക് പേടിയാണ് നഷ്ടമായിട്ട് കഴിയുമ്പോൾ പക്ഷെ വേറെ ഇവിടെ അങ്ങനെ വേണം ഇപ്പോഴത്തെ പിള്ളേർക്ക് പിള്ളേർ നേരം പോയി ലോകത്ത് ഇഷ്ടം വേറെ ഒരുപാട് ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവിടെ ഒരു ഗെയിമുണ്ട് ഹായ് നമ്മുടെ മൈക്കിളപ്പം ഒരു ഗെയിമുണ്ടായിരുന്നു നമ്മുടെ തലവടിയിൽ ബിനുവിൻ്റെ ബിനു എന്ത് ചെയ്യുക ഒരുത്തിന് 4 ലക്ഷം രൂപയ്ക്ക് പണം കൊടുത്തു അത് ബില്ലെത്തിക്കും പൊള്ളി ടെൻഷൻ ഇവിടെ തിരികെ വരാം പിന്നെ ഒരു ധനകുമ്പുണ്ടായിരുന്നു നല്ല വേറെ സീൻ ഒരു ബിനുവിൻ്റെ ആ ബിനു അപ്പൊന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ ഈ പയ്യനെ ഇടണം പറഞ്ഞു ഇത് വേണ്ടിയെ കൊണ്ടില്ലായിരുന്നു 6 ലക്ഷം ഇപ്പം തുടങ്ങാൻ കഴിഞ്ഞു ഇങ്ങനെ ഇപ്പം 6 ലക്ഷം രൂപയ്ക്ക് മറ്റുള്ള കിട്ടും എവിടെ കിട്ടും? പിന്നെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ മരം ചോറുണ്ടല്ലോ ചുമ്മാ അതെല്ലാം കൂടുതൽ പൗളിൽ തെറ്റില്ല ബോഡി പൗഡർ വളരെ കുറവ് ശരിയാണ് ആൾക്കാരെ കളിക്കില്ല പെണ്ണുങ്ങളുണ്ട്. ഈ ഇപ്പം യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് നല്ല കാണാൻ രസമുള്ള അവർ ഈ സാധനം കളിച്ചിരിക്കുന്നത് അതാ കമ്പ്യൂട്ടറാണ്. ഓ ഇല്ലില്ല ഉണ്ട് നല്ല സൈസ് നല്ല കൂടിയുള്ള പെണ്ണുങ്ങളുണ്ട് ആഫ്രിക്കയിൽ. ഇല്ല ആർക്കും അറിയില്ല. അതുപോലെ ഈ തിരുമുണ്ട് തിരുമുറ മറ്റേ തായ്ലൻഡ് തായ് മസാജ് പെണ്ണ് അതെ ആണുങ്ങളത് ചെയ്യുന്ന മസാജ് ഞാൻ കണ്ടിട്ടില്ല. അതൊന്നും ഇല്ലാതെ പക്ഷെ അതിനല്ല അത് എന്നാന്നറിയോ പ്രശ്നം നമ്മൾ അവിടെ അതുകൊണ്ട് പൈസ മുടക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് ആഫ്രിക്കയിൽ. വലിയൊരു നഷ്ടം. അതിന് ആര് വാങ്ങിച്ച് കഴിക്കാനാണ്? ആര് വാങ്ങിക്കാനാണ്? പൈസ ഉള്ളവർ വളരെ കുറവല്ലേ. എല്ലാം പാവപ്പെട്ട ദരിദ്രരുടെ രാഷ്ട്രമല്ലേ. ഉള്ളതെല്ലാം നല്ല അടിപൊളി സാധനങ്ങൾ. നമ്മുടെ കടയൊന്നുമില്ല പ്രോട്ടീൻ വയ്ക്കുന്നത് ഇറച്ചിക്കട സൂപ്പർ മാർക്കറ്റ് ഇറച്ചിക്കട സെപ്പറേറ്റ് പണിയില്ലേ? ഇല്ല ഇല്ല ചായക്കടന്നില്ലേ? ഇല്ല ഇല്ല സൂപ്പർ മാർക്കറ്റ് ചായ കുടിക്കുന്ന വലിയ ഷോപ്പിംഗ് മാളുണ്ട്. അതിനകത്ത് ഒരു കോഫി ഷോപ്പുണ്ട്. അതിനകത്ത് കുടിക്കും. അതിലൊരു കോഫിക്ക് ഇപ്പം നമ്മൾ ഇന്ത്യൻ റുപ്പീസ് 250 രൂപ തോന്നുന്നു. അതിൻ്റെ AC ആ ഒരു ചാർജ് എല്ലാം കൂടി ചേർത്തൊരു ചായ ചെയ്യും. അതിനേക്കാൾ ആരും കുടിക്കാനാവും. അതാണ് കോഫി ഷോപ്പ്. ശരിയാ. ഇവിടുത്തെ മൂല്യം ഇവിടുത്തെ മൂല്യം വെച്ചിരിക്കണമെന്ന് കഴിക്കില്ല. അവിടെ ഒരു സാറുണ്ട് ജിമ്മിൻ്റെ ആൾക്ക് സാറിന് നമ്മളെ കല്യാണം കഴിച്ചിട്ട് 3 വർഷം ഭർത്താവ് കാനഡ ഒരു 10 ലക്ഷം രൂപ
കല്യാണം കഴിച്ച് മോളെ മതി. മോള് പിന്നെ അവിടുത്തെ രൂപകൃഷ്ണൻ എന്നുള്ള കല്യാണം ഇന്നലെ ചോദിക്കുന്നത് കയറാൻ കൊണ്ടുപോകും. അവിടെ ചെന്ന് അപ്പച്ചനെ അവിടെ ഹോസ്പിറ്റലിൽ എടുത്തു. രാത്രി ശമ്പളം 2 ലക്ഷം രൂപ. ഒരു മദാമെ അനുഭവിച്ചു. രാവിലെ വിളിച്ചത് സുഖമല്ല. ഒരു കൊച്ച് ശരിച്ച് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലണ്ട. ആ ഓഫീസിൽ വരുന്നത് അവിടെ തന്നെ ഹോസ്പിറ്റലിൽ അങ്ങനെ അവർ അങ്ങനത്തെ ഒരു കണക്ക് 3 മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ പിന്നെ കൊച്ചിന് സുഖമില്ലായിരുന്നു. ഞാൻ കൊച്ചിന് വലിയ ശ്വാസം സുഖമില്ല. അങ്ങനെ കാലാവസ്ഥ ഇന്നല്ലേ കൊച്ചിനെ വിടുന്നില്ല. തണുപ്പത്ത് വെക്കാൻ കാറിന് ഐസിയിൽ കാണാനൊക്കെ അതുപോലെ സേഫ്റ്റി ഷൂല്ലേ വരും. പിന്നെ ഫയർഫോഴ്സ് ആയിരുന്നു ഇത്രയും വെള്ളം ഉണ്ടാവും. സാധനം വെള്ളം അവിടെ 3 വർഷം ഉണ്ടായിരുന്നു. അവരവിടെ പോയി പിന്നെ പാരീസ് അവിടുത്തെ വെള്ളച്ചാട്ടത്തിൽ ഒരു കല്യാണത്തിന് സാറ് പറയുകയാണെ ഒരു കല്യാണം ഒരു ദിവസം നടക്കണമെങ്കിൽ 45 ലക്ഷം രൂപ ഷാപ്പടായി നടക്കണം. ഒരു ടവർ ഉണ്ടാവും ലേറ്റസ്റ്റ് ഇങ്ങനെ കയറി മേടിക്കും. മേടിക്കുന്നു ഞാൻ പറഞ്ഞിട്ട് പാരീസും അമേരിക്കയും അടുത്തട്ടാണ്. ഇങ്ങനെ കാണുന്ന രീതിയാണ്. ഈ ഒരു വെള്ളച്ചാട്ടം ഇല്ലെങ്കിൽ അപ്പുറത്ത് കാണാം. വെള്ളച്ചാട്ടം സാറ് പറയുന്നുണ്ട്. വെള്ളച്ചാട്ടം അതിലിങ്ങനെ വീണ് കഴിഞ്ഞ് ആളും ഇല്ല പറഞ്ഞു പോകണം. അതുകൊണ്ട് കോഴ്സാണ് കൂടിയിരിക്കുന്ന ഞാൻ തന്നെ പറ്റി നമ്മളിത് ആദ്യത്തെ കാണുന്നു. നമ്മുടെ നാട്ടിൽ ഒന്നുമില്ലല്ലേ? ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഒന്നുമില്ല. കളിച്ച് കളിച്ച് വയറിന് പീസ് വേണം. എന്നെ നമുക്ക് ഇത്ര വയറില്ല. എനിക്കറിയാമല്ലോ പീസ് വേണം. ഇപ്പം എന്താ പറയുക നമ്മൾ വയറിട്ട് കൂടുതൽ ചെയ്യുന്നത് കൊറേട്ട വയറ് കൊറേട്ട സാറിന് വയറിനെല്ലാം പറയാൻ തീരുമാനം ചവിട്ടിത്തിരുന്നായിരുന്നു. 10 ദിവസം കഴിക്കുന്നു. 4 ദിവസം കഴിയുന്നു. ഭയങ്കര വേദനയായിരുന്നു. വയറ് ചെയ്യുന്നുണ്ട് ആദ്യം ജോലി മക്കളെ കൊച്ചു കൊച്ചു വരാം. ഇന്ന് കാര്യം പ്രത്യേകം വന്നിട്ടില്ല. ഇന്ന് തിരുവനന്തപുരത്ത് ഒരാൾ പറയാറുള്ളൂ. അത് അയ്യാക്കെന്തോ വിഷു ആയാറുണ്ട്. കളിക്കാൻ പോകാതിരിക്കല്ലേ ആ ടൈറ്റും
അന്നേരം നമുക്ക് ചോക്ക് കേൾക്കുന്നില്ല, അതൊന്ന് ശരിക്കും ചവിട്ടിയത്. ചോക്ക് കേൾക്കുന്നില്ല. ഇപ്പം നിമിഷം കേൾക്കുന്ന നിമിഷം ഈ കാലിനെ വെച്ച് അങ്ങനെ വെച്ചിട്ട് ഇനി മടക്കും ഇങ്ങോട്ടാക്കി കൈ ഇവിടെ അല്ല ഇവിടെ ഇവിടെ വെച്ച് ആദ്യം ചെയ്യണം ഇങ്ങനെ വീഴും, പിന്നെ വീഴും എൻ്റെ നോക്കാൻ നിന്ന് മാറും, തിരിഞ്ഞും മാറും, ദിവസം ഒരു 10 മാസത്തിൽ ഒരു 3 റൗണ്ട് ഒരു 90 ആദ്യമേ വേദന അത് കഴിയുമ്പോൾ പോകാൻ പാടില്ല. നമ്മൾ ജിമ്മിൽ പോയാൽ